തുടർച്ചയായ മൂന്നാം ദിവസവും വെടിനിർത്തൽ ധാരണ ലംഘിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധനയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു ലംഘനം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതും കൂടിയാണ് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത്. അതിർത്തി മേഖലയിൽ വീണ്ടും ഡ്രോണുകൾ എത്തിയതിൽ ഇന്ത്യ പ്രതിഷേധം അറിയിക്കും എന്നുള്ളതും കൂടിയാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അതിർത്തിയിൽ സ്ഥിതി ശാന്തമാണ്. രാജേഷ് ശ്രീനിവാസൻ ചേരുന്നു വിവരങ്ങളുമായി. രാജേഷ്, സൈന്യത്തിൻ്റെ മുന്നോട്ടുള്ള നടപടികൾ എത്തരത്തിലായിരിക്കുമെന്നുള്ളത് അറിയാൻ പ്രേക്ഷകരടക്കം കാത്തിരിക്കുകയാണ്. എന്നാൽ അതിൽ നിരവധി ആശങ്കകളുണ്ട് എന്നുള്ളതാണ്. വലിയ രീതിയിൽ ഈയൊരു പാക് പ്രകോപനം അല്ലെങ്കിൽ ഈയൊരു വെടിനിർത്തൽ ധാരണ ലംഘിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ പ്രതിഷേധം എങ്ങനെയായിരിക്കും ഇന്ത്യ അറിയിക്കുക? അതൊരു നയതന്ത്ര നടപടികളിലൂടെ ആയിരിക്കുമോ അല്ലെങ്കിൽ ഒരു സൈനിക നീക്കത്തിലൂടെ ആയിരിക്കുമോ എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായും അറിയേണ്ടത്. എങ്ങനെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? കാളിദാസൻ, പ്രധാനമായും ഈ വെടിനിർത്തൽ താൽക്കാലികമെന്നും പാക് പ്രകോപനം ഇനിയും ഉണ്ടായാൽ അത് വിലയിരുത്തി തുടർ നടപടി സ്വീകരിക്കുമെന്നുമാണ് ഇപ്പോൾ സൈന്യം നൽകുന്ന അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗങ്ങളെല്ലാം വ്യക്തമാകുന്നത്. അതേസമയം തന്നെ തുടർച്ചയായ മൂന്നാം ദിവസവും അതിർത്തി മേഖലയിൽ ഈ പാക് ഡ്രോണുകൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ അതിന് ശക്തമായി തന്നെ എതിർക്കാൻ തന്നെ അല്ലെങ്കിൽ അതിനെതിരെ വ്യക്തമായ നിലപാടെടുക്കാൻ തന്നെയാണ് നിലവിൽ ഇന്ത്യയുടെ തീരുമാനം. അതിനടിസ്ഥാനത്തിൽ ഇനിയൊരു സൈനിക തല ചർച്ച തന്നെയായിരിക്കും പാകിസ്ഥാന് നേരെ ഇന്ത്യ നടത്തുന്നത്. അതിനടിസ്ഥാനത്തിൽ അതിർത്തിയിൽ വീണ്ടും ഒരു ഡ്രോണുകൾ കണ്ട സാഹചര്യത്തിൽ ഇത് അല്ലെങ്കിൽ പാകിസ്ഥാനെതിരെ പ്രതിരോധം തീർക്കാൻ തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഇന്ത്യയുടെ തീരുമാനം. അതേസമയം തന്നെ ഈ ആക്രമണവും പ്രത്യാക്രമണവും കഴിഞ്ഞ് ഇപ്പോൾ അതിർത്തി മേഖല ഒരു ശാന്ത സ്വഭാവം അല്ലെങ്കിൽ സമാധാനത്തിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ സുപ്രധാന ആശ്വാസമുള്ള വാർത്ത. വിവിധയിടങ്ങളിൽ ഇപ്പോൾ അക്ടൂർ അടക്കമുള്ള ഇടങ്ങളിൽ ഒരു സാധാരണ ഗതിയിലേക്ക് കടക്കുന്നു. അല്ലെങ്കിൽ ഈ ഭീകരാക്രമണത്തിന് ശേഷം അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിന് ശേഷം ഇതൊരു സമാധാന നിലയിലേക്ക് കടക്കുന്നു. സ്കൂൾ അടക്കമുള്ള അല്ലെങ്കിൽ സ്ഥാപനങ്ങളടക്കമുള്ള കടകളടക്കം തുറന്ന് പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ നിലവിൽ അതിർത്തിയിൽ നിന്ന് വരുന്ന വിവരം. അതേസമയം തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഇനിയൊരു പ്രകോപനം ഉണ്ടായാൽ അതിനെ ശക്തമായി തന്നെ തിരിച്ചടിക്കാൻ തന്നെ തയ്യാറായിരിക്കുകയാണ് കര, വ്യോമ, നാവികസേന. എന്നാലും പ്രധാനമായും പ്രധാനമന്ത്രി ഇന്നലെ അഭിസംബോധന ചെയ്തതിൽ ഈ വെടിനിർത്തൽ താൽക്കാലികമെന്നും പാക് പ്രകോപനം ഉണ്ടായാൽ അത് വിലയിരുത്തി അതിനെതിരെ തുടർ നടപടി സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറഞ്ഞിട്ടുള്ളത്. എന്തായാലും തുടർച്ചയായ മൂന്നാം ദിവസം അതിർത്തിയിൽ വീണ്ടും ഒരു പാക് പ്രകോപനം ഉണ്ടായിട്ടുണ്ട്. ഇത് കരസേന സ്ഥിരീകരിക്കുന്നു. അത് അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് എത്തിയിട്ടില്ല അല്ലെങ്കിൽ വ്യാപകമായ നാശനഷ്ടം ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുകൂടി നിലവിൽ ഇപ്പോൾ കരസേന അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇനിയുള്ള തുടർ നടപടി പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന അല്ലെങ്കിൽ പ്രകോപനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അല്ലെങ്കിൽ പ്രകോപനം തുടർന്നാൽ അതിനെതിരെ ശക്തമായി തന്നെ തിരിച്ചടി എന്ന നിലപാടിലേക്കാണ് നിലവിൽ ഇപ്പോൾ ഇന്ത്യ കടക്കുന്നത്. അതേസമയം തന്നെ പാകിസ്ഥാൻ അല്ലെങ്കിൽ ഇന്ത്യയുടെ അതിർത്തിയിലെ വിവിധ മേഖലയിൽ ഒരു സമാധാന സാഹചര്യത്തിലേക്ക് കടക്കുന്നു. സ്കൂൾ അടക്കം തുറക്കാനുള്ള സാഹചര്യം ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ സുപ്രധാന വാർത്ത. ജമ്മു കാശ്മീർ അതിർത്തിയിൽ ജില്ലയിലെ ഒഴികെയുള്ള അല്ലെങ്കിൽ ജമ്മു കാശ്മീരിലാണ് ഏറ്റവും കൂടുതൽ ഷെല്ലാക്രമണം നേരിട്ട അക്നൂർ അടക്കമുള്ള ജില്ലകളിൽ. അതിനുശേഷം ജമ്മു കാശ്മീരിൽ അതിർത്തിയോട് ചേർന്ന ജില്ലകൾ ഒഴികെ ബാക്കിയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് തുറക്കും എന്ന് തന്നെയാണ് നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ രാജസ്ഥാനിലെ ബാർമറിലും ഇന്നു മുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കും. എന്തായാലും ഇനിയൊരു വെടിനിർത്തൽ ലംഘനം ഉണ്ടായാൽ അതിനെതിരെ ശക്തമായ തന്നെ നടപടിയെടുത്ത് തുടർ നടപടി സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ സൈന്യം അറിയിക്കുന്ന വിവരം. കാളിദാസ്, ശരി, വ്യക്തമാണ്. രാജേഷ് ശ്രീനിവാസനാണ് വിവരങ്ങൾ നൽകിയത്. വെടിനിർത്തൽ ധാരണ വീണ്ടും ലംഘിക്കപ്പെട്ട ഒരു സാഹചര്യമാണ്. എന്തായാലും ചർച്ചകൾ തുടരുമെന്നുള്ളതാണ് സേനാ മേധാവികളടക്കം സൂചിപ്പിച്ചത്. നിലവിലെ സാഹചര്യത്തിൽ അതിർത്തിയിൽ സ്ഥിതി ശാന്തമാണ്.